അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചിന്നു അർച്ചനയോട് ഫോൺ ചെയ്യുന്നത് ആര്യ നിന്ന് ഒളിഞ്ഞു കേൾക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഓഹോ ഇതിനായിരുന്നോ അവൾ വന്നിരിക്കുന്നത്, ഇവളുടെ പ്ലാനെല്ലാം ഞാൻ പൊളിച്ചു തരാമെന്ന് പറയുകയാണ്. പിന്നീട് ചിന്നു അർച്ചനയോട് പറയണം, എന്തായാലും ശരി നിങ്ങൾ നാളെ 8 മണിക്ക് വരണം, ഈ പ്ലാൻ എന്തായാലും വിജയിക്കും, അങ്ങനെ കൊച്ചമ്മാവിൻ്റെ തെറ്റിദ്ധാരണയെല്ലാം നമുക്ക് മാറ്റാമെന്ന് പറയണം കേട്ടോ. അതിനുശേഷം ചിന്നു ഫോൺ വെച്ച് വരികയാണ്. ആര്യ നേരെ ചന്ദ്രടുത്ത് പോയിട്ട് പറയണം, ഇങ്ങനെയൊക്കെയാണ് പ്ലാനുകൾ, നാളെ അമ്പലത്തിൽ പോകണം എന്നാണ് പറയുന്നത് പ്ലാന് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അതേസമയം അത് നമുക്ക് ശരിയാക്കാം എന്ന് പറയണം. പിന്നീട് അച്ഛനോട് വിളിച്ചിട്ട് ചന്ദ്ര പറയണത് എന്തായാലും ശരി, നാളെ 8 മണിക്ക് ഫിറ്റ്നസ് സെൻറ്ററിൽ പോകണം, എന്തായാലും എൻ്റെ പോലീസ് സെലക്ഷൻ്റെ എന്തിനൊക്കെ വരുന്നതാണല്ലോ, അത് കണ്ട് 8 മണിക്ക് അവിടെ പോകണം. അച്ഛന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടോ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ രുക്കുവിനും ഭയങ്കര സന്തോഷവുമാണ്. അതേസമയം ചിന്നു അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, കൊച്ചമ്മാവ എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് സാധിച്ചു തരുമോ ചോദിക്കുക. എന്താ മോളെ നിനക്ക് എന്താ ആഗ്രഹം, നിൻ്റെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരുമല്ലോ, ഞങ്ങൾ സാധിച്ചു തരും, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് രാവിലെ അമ്പലത്തിൽ പോകണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനെന്താ 8 മണിക്ക് പോവാലോ എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ അത് പറ്റില്ലല്ലോ, ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് പോകണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ചോദിക്കും. അതിനെന്താ അമ്പലത്തിൽ പോയതിന് ശേഷം അങ്ങനെ പോവാലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം വേണ്ട അങ്ങനെ പറ്റില്ല, അമ്പലത്തിലേക്ക് തന്നെ പോകണം എന്നിങ്ങനെ പറയണം. പിന്നെ ചന്ദ്ര പറയും അത് സാരമില്ല, ഫിറ്റ്നസ് സെൻറ്ററിൽ പോയതിന് ശേഷം അമ്പലത്തിൽ പോയതിന് ശേഷം ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് വരാം എന്ന് പറയണം കേട്ടോ. രുക്കും അത് ശരിയെന്ന് സമ്മതിക്കുകയാണ്. പിന്നീട് രുക്കുവിനോട് ചന്ദ്ര പറയണം ഇതാണ് കാര്യം എന്നിങ്ങനെ പറയണം. ആഹാ അങ്ങനെയാണോ കാര്യം, അത് ശരി, അവളുടെ പ്ലാൻ ഒന്നും നടക്കില്ല എന്ന് പറയണം. പിന്നീട് ചന്ദ്ര രുക്കുവിനോട് പറയണം കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നീട് രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ ചിന്നുമോള് അങ്ങനെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. വിമലയോട് വന്നിട്ട് എന്താ അവരെ കാണാത്തേ എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവർ വരുമോളെ റെഡിയായിട്ട് എന്ന് പറയും. അതേസമയം രുക്കും അച്ഛനും കൂടി റെഡി വരികയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടെ ചിന്നു നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തേക്ക് പോകാൻ പറഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് ചന്ദ്രയും കൂടെ വരും. ചന്ദ്ര പറയും ഞാനും കൂടി അങ്ങോട്ടേക്ക് ഉണ്ട്, എന്തായാലും അമ്പലത്തിൽ പോയതിന് ശേഷം ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് പോകാം, അതാകുമ്പോൾ ഒരേ വഴിയിൽ പോകുമല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അത് കാണുമ്പോൾ ചിന്നുവിന് അങ്ങനെ സങ്കടം വന്ന പോലെ ആവും കേട്ടോ. പെട്ടെന്ന് തന്നെ ചിന്നുവിനോട് പോയിട്ട് ചന്ദ്ര ചോദിക്കുക എന്താ മോളെ, എന്താ മോൾക്കൊരു വിഷമം, അമ്പലത്തിൽ അവർ കാത്തു നിന്നിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കേൾക്കുമ്പോൾ അച്ഛൻ ചോദിക്കും ആരെ എന്താണ് ചോദിക്കും. നിൻ്റെ ചേച്ചി മേട്ടന്മാരൊക്കെ അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അവർ കാണണം എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് പറയും. ചിന്നു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത് ഞാൻ പ്ലാൻ ചെയ്ത കാര്യം എങ്ങനെ ഇവരറിഞ്ഞത് എന്നിങ്ങനെ ചോദിക്കും. അത് സാരമില്ല ആണോ എന്ന് അച്ഛൻ ചോദിക്കും. അതെ അവർ വരാൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചമ്മാവ, നിങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറ്റണം, നിങ്ങളുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റണം, അതിന് വേണ്ടിയിട്ടാണ് അവർ വരാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഉറപ്പാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ചന്ദ്രയും രുക്കുവും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് പോവുകയാണ്. അതേസമയം ചന്ദ്ര രുക്കുവിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാറിലിങ്ങനെ പോകുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട് പിന്നെ അവരുണ്ടാവുമോ എന്തോന്ന് അറിയില്ല, അവരുണ്ടാകുമോ വരുമോ എന്ന് ചോദിക്കും. എന്തായാലും വരും കുഞ്ഞമ്മാവ്, അവരെന്തായാലും വരും എന്ന് പറയണം കേട്ടോ. അതേസമയം ഞാനൊന്ന് കുഞ്ഞമ്മാവനെ ഒന്ന് വിളിച്ച് പറയുമോ ചോദിക്കുമ്പോൾ വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർ വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ചന്ദ്ര പറയണം കേട്ടോ. പിന്നീട് രുക്കു പെട്ടെന്ന് തന്നെ ചിന്നുവിൻ്റെ ഫോൺ ചോദിക്കണം കേട്ടോ. മോളെ ഒന്ന് ഫോൺ തരുമോ ചോദിക്കുമ്പോൾ അച്ചു ചോദിക്കണം എന്തിനാ ഫോൺ നിനക്ക് ചോദിക്കും, നിൻ്റെ ഫോൺ ഉണ്ടല്ലോ ചോദിക്കുമ്പോൾ ഇല്ല ഇതിലൊരു ആപ്പ് കയറ്റാനാണ് ചിന്നുവിൻ്റെ എന്ന് പറയണം കേട്ടോ. ചിന്നുവിൻ്റെ ഫോൺ വാങ്ങിയിട്ട് ആനന്ദന് മെസ്സേജ് അയക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളിൻ എന്ന് പറഞ്ഞിട്ട് ചിന്നുവിന് മെസ്സേജ് അയക്കുകയാണ് കേട്ടോ. ചിന്നു ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അതേസമയം അർച്ചനയും മുകുന്ദനും അനന്തനും കൂടി അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. എന്തായാലും വരാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ ചേച്ചി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചെല്ല ഒഴിവുകഴിവുകൾ പറഞ്ഞിട്ട് നീ വരില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയും അവൻ എന്തായാലും രുക്ക് എന്തൊക്കെയോ ചെയ്തു, പക്ഷെ അവൻ എൻ്റെ അനിയനല്ല, അവൻ എന്ത് ചെയ്താലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ, ഞാൻ എന്തായാലും വരുമല്ലോ ചേച്ചി എന്നിങ്ങനെ പറഞ്ഞ് അവർ സംസാരിച്ച് നിൽക്കണം കേട്ടോ. എന്താ എത്ര നേരം കാണാത്തെ, ഏതായാലും ശരി പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ ഒരു ശശി പറഞ്ഞ ഒരാൾ വരികയാണ് കേട്ടോ. എന്താ 3 പേര് വക്കീലിൻ്റെ അനിയന്മാരും കൂടി ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ വന്നതാണ്, എന്തായാലും അച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ചുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറയും. അച്ചു സഹോദരങ്ങൾ തമ്മിൽ തല്ലി പിരിഞ്ഞിട്ട് അച്ചു ഇപ്പോൾ ചന്ദ്രകാന്തത്തിലാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയും അവൻ ഭാര്യ വീട്ടിൽ പോയിരിക്കുകയല്ലേ, അതിനിപ്പോൾ എന്താണ് എന്ന് പറയും. അത് ശരി, എന്നാൽ നാട്ടുകാരൊക്കെ പറയുന്നത് സഹോദരങ്ങൾ തമ്മിൽ അടി കൂടിയിട്ട് ചന്ദ്രകാന്തത്തേക്ക് പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടുകാരെന്തെല്ലാം ഒന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ തമ്മിൽ അമ്പാട്ട് വീട്ടിൽ ഒരിക്കലും അങ്ങനെ ഒരു
അവസരം ഉണ്ടാകരുത്, നിങ്ങൾ നല്ല സൗഹാർദ്ദത്തോടു കൂടി ഇരിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന അങ്ങനെ പറയുന്നുണ്ട്, കണ്ടോ എല്ലാവരും ഇങ്ങനെയാണ് കരുതിയിരിക്കുന്നത്, അതിനുള്ള അവസരം ഉണ്ടാക്കിയിട്ടല്ലേ എന്ന് പറയണം. പിന്നീട് അവർ ഫോണെല്ലാം സൈലൻ്റ് ആക്കിയിട്ട് അമ്പലത്തിൽ പോയി തൊഴുകണം. അതിനുശേഷം നമുക്ക് പുറത്ത് വന്ന് നിൽക്കാമെന്ന് പറയണം കേട്ടോ. പിന്നീട് അവർ അമ്പലത്തിൽ പോയിട്ട് പുറത്ത് വന്ന് നിൽക്കുന്ന സമയത്താണ് അനന്തു പെട്ടെന്ന് ചിന്നുവിനെ വിളിക്കുകയാണ് കേട്ടോ. ചിന്നുവിനെ വിളിക്കുമ്പോൾ ഫോണേ കിട്ടില്ല, 2-3 പ്രാവശ്യമായിട്ട് ഫോണ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അനന്ത് പെട്ടെന്ന് മെസ്സേജ് എടുത്ത് നോക്കുകയാണ്. അനന്ത് മെസ്സേജ് എടുത്ത് നോക്കി ഇത് കണ്ടതും തന്നെ രുക്ക് പെട്ടെന്ന് മെസ്സേജ് ഡിലീറ്റ് ആക്കുകയാണ് കേട്ടോ. ഡിലീറ്റ് ആക്കിയിട്ട് ചന്ദ്രയോട് ആക്ഷൻ കാട്ടുകയാണ്, കണ്ണിൽ ആക്ഷൻ കാട്ടുകയാണ് കേട്ടോ, റെഡിയാക്കി എന്ന് പറയണം. അതേസമയം ആനന്ദം പറയും, ഇതാ മെസ്സേജ് അയച്ചിരിക്കണു, എന്തോ കാരണം കൊണ്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളിൻ എന്ന് പറഞ്ഞിട്ടാണ് ചിന്നു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചിന്നുവിന് അമ്മയോട് പറയാൻ വയ്യ, അതുകൊണ്ടാണ് അനന്തമാമനോട് ഫോൺ അറിയിച്ചത് മെസ്സേജ് എന്ന് പറയുന്നത് കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്തോ അവിടെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ആവില്ല, ചിന്നു അത്രയും പറഞ്ഞതാണ്, വരാ എന്ന് പറഞ്ഞതാണ്, എന്തോ അവിടെ പ്രശ്നമുണ്ട്, വിജയശങ്കറോ ചന്ദ്രയോ ആയിട്ട് എന്തോ പ്രശ്നമുണ്ട് അവിടെ എന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ വിഷമിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആ ശശി പറഞ്ഞ ആൾ വരികയാണ്. എന്താ ഇനിയും ഒന്നില്ലേ അച്ചു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അച്ചു വന്നിട്ടില്ല, ഇപ്പം വരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയാണ് കേട്ടോ. അർച്ചനയ്ക്ക് ആകെ മൊത്തം വിഷമം വരികയാണ്.